രാമൻ തെക്കേ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ കുറച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും. രാമൻ ജനിച്ചത് അയോധ്യയിലാണെങ്കിലും അദ്ദേഹം ജനിച്ചത് തെക്കേ ഇന്ത്യ മുഴുവൻ അടക്കി വാണിരുന്ന ഒരു വലിയ അധികാരസ്ഥാനത്തുള്ള രാവണനെ അടക്കാനാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദൗത്യം തെക്കേ ഇന്ത്യയിൽ വരിക എന്നുള്ളതായിരുന്നു. 14 കൊല്ലം ഇവിടെ ജീവിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടാണല്ലോ രാവണനെ വധിച്ച് തിരിച്ചു പോകുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ വിശ്വാമിത്രൻ വന്ന് വിളിച്ചു കൊണ്ടുപോയപ്പോൾ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് ദണ്ഡകാരണ്യത്തിൽ പൊടി അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ലാവയൊക്കെ ഒലിച്ച് പൊടിയൊലിച്ച് അവിടെ മുഴുവൻ ജനസാന്ദ്രത തീരെ ഇല്ലാതെയായി. അവിടെ താടക വന്ന് താമസാക്കി അവരുടെ ബ്രദേഴ്സ്. അവരെ ഓടിക്കാൻ വേണ്ടിയിട്ടും കുട്ടിക്കാലത്ത് തന്നെ രാമൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ വേറൊരു രാമായണപ്രകാരം രാമഗിരിയിൽ താമസിച്ചതും പഞ്ചവടിയിൽ താമസിച്ചതും പിന്നെ അദ്ദേഹം സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് ശബരി തീർത്ഥം പമ്പയിലെ ശബരിമലയുടെ അവിടെയൊക്കെ വന്നതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം തെക്കേ ഇന്ത്യയിലെ അങ്ങേ അറ്റത്താണ് നളസേതു എന്ന് പറയുന്ന രാമസേതു കെട്ടിയിട്ടുള്ളത്. ഇതൊക്കെ കൂടാതെ രാമൻ ഉപേക്ഷിച്ച സീത പ്രസവിക്കുന്നത് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ വാൽമീകി ആശ്രമത്തിലാണ്. അവിടുത്തെ കുറവ സമുദായക്കാരും ആദിവാസികളുമാണ് സീതയുടെ കൂടെ നിന്ന് ആ പ്രസവ രക്ഷയ്ക്കൊക്കെ കൂടെ നിന്നതും ആ കുട്ടികളെ വളർത്തിയതും. അവരാണ് ആ കുട്ടികളെ അമ്പയ്യാൻ പഠിപ്പിച്ചതും. അത് അമ്പുകുത്തി മലയിലൊക്കെയാണ് അത്ര അവർ കളിച്ചിരുന്നത്. ആ ഏരിയ മുഴുവൻ, ആ പുൽപ്പള്ളി വയനാട് ഏരിയ മുഴുവൻ ഈ കുട്ടികളുടെ കളിസ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു. അവിടെ ഞാൻ പോയ സമയത്ത് അവിടെ അവർ സീതയ്ക്കും 2 കുട്ടികൾക്കും വേണ്ടിയിട്ട് കാളീശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അവിടേക്ക് ആരെയും അവർ വിടുന്നില്ല. ഒരുപാട് കാട്ടാനകളും ആദിവാസികളും മാത്രമേ അവിടെ പോകാറുള്ളൂ എന്നാ പറഞ്ഞു. ഞങ്ങളെ അങ്ങോട്ട് വിട്ടില്ല. പക്ഷേ ആ ഗേറ്റ് മാത്രമേ കണ്ടുള്ളൂ. അവർ പറഞ്ഞു അവിടെ ഒരു സീതയുടെ ക്ഷേത്രമാണ് കാളീശ്വരി ക്ഷേത്രം. അപ്പുറം ഇപ്പുറം ട്വിൻ ടെമ്പിൾസ് രവനും കുശനും ഉള്ളതുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ വയനാട്ടിലെ അതുപോലെ വാൽമീകി തപസ്സിരുന്ന സ്ഥലത്തുള്ള വലിയ വാൽമീകം ആ പുറ്റ്, അത് മഴ പെയ്താൽ നമ്മൾ അതിൽ നിന്ന് എടുത്താൽ അത് ശരിക്കും ചന്ദനത്തിൻ്റെ മണമാണ്. ഒരുപക്ഷെ ഒരു ചന്ദനമരത്തിൻ്റെ താഴെ ആവാം അദ്ദേഹം തപസ് ചെയ്തത്. ആ ചന്ദനത്തിൻ്റെ കുതിര പിടിച്ചിട്ട് എന്നും കൂടെ വരുന്നതായിരിക്കണം എന്ന് വിചാരിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഈ ക്ഷേത്ര വിസിറ്റുകളുടെ ഇടയിൽ കാണുകയുണ്ടായി. പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ആദിവാസികളുടെ കഥകളിലൊക്കെ രാമനെ വാസ്തവത്തിൽ ഈ എന്താ പറയുക കുറവന്മാരെന്ന് പറയുന്ന ആദിവാസികൾ കെട്ടിയിട്ടിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് അത്ര ഈ കുട്ടികളെയും ഈ അമ്മേനെയും ഉപേക്ഷിച്ചതിന് വേണ്ടിയിട്ട്. അത് അവരുടെ രാമായണത്തിൽ അങ്ങനെയുണ്ട്. അത്ര പോലും അത്ര സീതയോടാണ് അവർക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റൊക്കെ ഉള്ളത്. ഞാൻ ഈ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക്, ഇത് പുൽപ്പള്ളിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയ തിരുനെല്ലി ക്ഷേത്രത്തിലെ താഴേക്ക് ഇറങ്ങിയിട്ട് പക്ഷിപാതാളത്തിൻ്റെ അവിടെയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു കാളിന്തി നദി ഒഴുകുന്നുണ്ട് കുന്നിൻ്റെ ഏറ്റവും താഴെ. ആ കാളിന്തി ബെഡിൽ ഈ പാറയുടെ മുകളിൽ ഹനുമാനെയും ഒരു രാമപാദവും വരച്ചിട്ടുണ്ട്. അത് ഒരു ട്രൈബൽ ആർട്ട് പോലെ, ആദിവാസികളുടെ ആർട്ട് പോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു ലിപി, ഒരു ചെറിയ ഒരു ലിപി, അത് കന്നഡ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ബഹ്റൂച്ച എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ബഹ്റൂച്ച എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിൻ്റെ ഒരു ശാഖ ആയിട്ടാണ് ബഹ്റൂച്ച. ആ ബഹ്റൂച്ച എന്ന് കർണാടക ലിപിയിൽ അവിടെ ഹനുമാൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടായി. ഇതൊക്കെ എവിഡൻസ് ആണോയെന്ന് വെച്ചാൽ എവിഡൻസായിട്ട് നമുക്ക് എടുക്കണമല്ലോ. പിന്നെ മലബാറിൽ സൗത്ത് മലബാറിൽ, ഇതൊക്കെ വയനാട്ടിലാണ്, സൗത്ത് മലബാറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രാമക്ഷേത്രങ്ങളുണ്ട്. കടവല്ലൂർ അന്യോന്യം വേദ പരീക്ഷയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ രാമൻ്റെ പ്രതിഷ്ഠാ വിഗ്രഹം, അയോധ്യയിൽ ദശരഥൻ പൂജിച്ചിരുന്ന വിഗ്രഹം ശ്രീരാമൻ വിഭീഷണന് കൊടുത്തിട്ട് മഹാഭാരത കാലത്ത് അവിടെ നിന്ന് ലങ്കയിൽ നിന്ന് വിഭീഷണൻ്റെ കയ്യിൽ നിന്ന് ഘടോൽക്കചൻ വാങ്ങിക്കൊണ്ടുവന്ന് ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഈ
ഘടവല്ലൂരാണ് കടവല്ലൂരിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം. എന്തായാലും അങ്ങനെ ഒരു പ്രസിദ്ധമായ വേദപാഠശാല രാമൻ്റെ വീട്. ഇതിൻ്റെ ചുറ്റുമായിട്ട് തന്നെ വേറെ കുറേ രാമക്ഷേത്രങ്ങൾ കാണാം. എത്രയധികം രാമക്ഷേത്രം ഇത്ര ചെറിയ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കാണാം. ഒന്ന് തിരുവില്ലാമല, പിന്നെ ഒന്ന് ആലത്തിയൂർ രാമക്ഷേത്രം, പിന്നെ അവിടെ വെള്ളാറക്കാട് രാമക്ഷേത്രം, പിന്നെ അതർ സൈഡിൽ തൃപ്രയാർ. ഇതൊക്കെ അടുത്തൊക്കെ ഇത് ചെറിയ ആ തലപ്പള്ളി താലൂക്കത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് രാമക്ഷേത്രങ്ങൾ കാണാം. രാമൻ അത്രയും ഫേമസ് ആയിരുന്നുള്ളതാണല്ലോ. പിന്നെ ശബരിമല രാമൻ കണ്ട പൻപാസരസും ഒക്കെ വാൽമീകി വിശദമായിട്ട് വിവരിക്കുന്നുണ്ടല്ലോ അതൊക്കെ. പിന്നെ ഇതൊന്നും ഇല്ലയെന്ന് നമുക്ക് ഇവിടെ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഉണ്ടായിരുന്നു. അത്രയും എന്താ പറയുക, ഇന്ത്യയുടെ മുഴുവൻ ഒരു 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 ഹെറിറ്റേജ് ആയിട്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ നിൽക്കുന്നത്. അതേമാതിരി തന്നെ വേറെ ഒന്ന് നമ്മൾ നാലമ്പല ദർശനം പല സ്ഥലത്തും ഉണ്ടല്ലോ. കോഴിക്കോട് ഒന്നുണ്ട്, പക്ഷെ വളരെ പ്രസിദ്ധമായത് ഇവിടെ തൃപ്രയാർ, ഇരിഞ്ഞാലക്കുട, വായമ്പൽ, മുഴിക്കുളം, ഇത് നാലുണ്ട്. പിന്നെ ഫറൂഖ് ആ ഭാഗത്ത് ഞാൻ കണ്ടൊരു ക്ഷേത്രം രാമേശ്വരം, പരിയാരം രാമേശ്വരം എന്ന് പറഞ്ഞിട്ട് അവിടെ മറ്റേ രാമേശ്വരത്ത്, അതായത് രാമസേതുവിൻ്റെ ആ രാമേശ്വരത്ത് ചെന്നാൽ അവിടുത്തെ ആളുകൾ ചോദിക്കും അത്രേ, നിങ്ങൾ ഇവിടുത്തെ രാമേശ്വരത്ത് പോയില്ലേ എന്ന്. കാരണം ഇവിടെയാണ്, ഈ രാമേശ്വരത്താണ് പരശുരാമനും ശ്രീരാമനും വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീരാമനെ പറ്റിയിട്ട് ശ്രീരാമൻ ഇരുന്നത് കൊണ്ട്, വന്നിരുന്ന് നമസ്കാരം ചെയ്തതുകൊണ്ട് രാജരാജക്ഷേത്രത്തിൽ, തളിപ്പറമ്പ് രാജരാജക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഒരു ബ്രാഹ്മണനും കയറിയിരിക്കില്ല. അത്രയ്ക്ക് ആ ശ്രീരാമനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട്. ശ്രീരാമൻ ഇരുന്ന സ്ഥലത്ത് നമുക്ക് ഇരിക്കാനുള്ള അർഹത ഇല്ല എന്നുകൊണ്ട് അവിടെ ഇരിക്കുപോലില്ല. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ശ്രീരാമൻ്റെ കഥകളായിട്ട് ഉള്ള ഇത്. ഇപ്പോൾ ഞാൻ ഒരു കുട്ടികൾ വന്ന് ചോദിച്ചു. അപ്പം ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചതാണ്, ഇതൊക്കെയാണ് നമ്മൾക്കിപ്പോൾ തെക്ക് വടക്ക് എന്നൊന്നും ഭേദമില്ലാതെ രാമനെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മഹാപ്രതിഭയാണ്